ഹലോ, നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കരുണ ഈ ഒരു അവസ്ഥയിൽ വരാൻ കാരണം നിങ്ങളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ണി അങ്ങ് മെക്കിട്ട് കയറണം കേട്ടോ നമ്മുടെ മഹിയുടെ. അവർ തന്നെ ഇത്രയും വലിയൊരു ആസൂത്രണ പദ്ധതി കണ്ടുപിടിക്കുകയും അതിൽ നമ്മുടെ കണ്ണനെയും മഹാലക്ഷ്മിയെയും വിഷം കൊടുത്ത് കൊല്ലാനായിട്ടുള്ള എല്ലാ പദ്ധതികളും ആസൂത്രണം ചെയ്താക്കിയിട്ട് ഇപ്പോൾ ആ കുറ്റം തിരിച്ച് മഹാലക്ഷ്മിയുടെയും മോഹിനിയുടെയും കണ്ണൻ്റെയും കൂടെ പേരിലോട്ട് ആക്കുകയാണ്. കാര്യം എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഒരു പിടുത്തമില്ലാണ്ട് ഉണ്ണി ഭ്രാന്തനെ പോലെയുള്ളൊരവസ്ഥയാണ്. പക്ഷെ എന്ന് കരുതി നിരപരാധികളുടെ മെക്കിട്ട് കയറേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ മഹാലക്ഷ്മി വീട്ടിൽ നിന്ന് തിരിച്ച് വന്ന സമയം തന്നെ നമ്മുടെ ഉണ്ണി അങ്ങ് കിടന്ന് ചാടാണ്. നിങ്ങൾക്ക് സമാധാനമായല്ലോ, നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാകാത്തതിൻ്റെ അസൂയയല്ലേ, നിങ്ങൾ കരുണയുടെ കുഞ്ഞിനെ മനഃപൂർവ്വം വിഷം കൊടുത്ത് നിങ്ങൾ ഇല്ലാണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ചാടാണ്. ഇതെല്ലാം കൂടെ കേട്ട് നമ്മുടെ മഹി അങ്ങോട്ട് പറയാണ്, നിർത്തടാ, നീ എന്തൊക്കെയാടാ ഈ പറഞ്ഞു വരുന്നത്, നീയേ വലിയ വർത്തമാനമൊന്നും പറയാൻ നിൽക്കണ്ട, ഇതൊക്കെ ചെയ്തത് ആരാണെന്നും ആ ചെയ്തതിൻ്റെ ബലമാണ് നിൻ്റെ കുഞ്ഞു പോയതെന്നും ഒക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട്. അപ്പോഴേക്കും ദുർഗ അങ്ങ് എരമ്പിച്ചുകൊണ്ട് വരികയാണ്. ദുർഗ വന്നിട്ട് പറയുന്നുണ്ട്, നീ ആരോടാടി എതിർത്തങ്ങോട്ട് കയറുന്നത്, ഞാൻ പറഞ്ഞാലും നീ എൻ്റെ വായു അടപ്പിക്കൂടി, വേണ്ടി വന്ന് അടപ്പിക്കും. ആ സമയം നമ്മുടെ കണ്ണൻ കയറി വരികയാണ്, ചിലപ്പോൾ വേണ്ടി വന്നാൽ അടപ്പിക്കും എന്ന് പറയുന്നുണ്ട്. അതെ, ഇത് എൻ്റെയും മഹാലക്ഷ്മിയുടെയും വീടാണ്. ഈ വീട്ടിൽ ഞങ്ങളെ ഭരിക്കുന്നവർ വേണ്ട, ഞങ്ങളെ അടിമകളായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഇവിടെ നിന്നാൽ മതി. എൻ്റെ ഭാര്യയോട് അവളെ വാക്കുകൾക്കും ഒരു വില കൊടുക്കാത്തവർ ഈ വീട്ടിൽ നിൽക്കേണ്ട കാര്യമില്ല. നീ ആരോടാണ് സംസാരിക്കുന്നത്? ഈ വീട് എന്നെക്കാട്ടിലും അവകാശം മഹിക്കാണ്. അവളോട് നീ കതിർത്ത് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നീയും നിൻ്റെ അമ്മയും നിൻ്റെ ഭാര്യയൊക്കെ കിടന്ന് ഈ വലിയ ചാട്ടമൊന്നും ചാടണ്ട. നിൻ്റെ ഭാര്യ ചെയ്തതിൻ്റെ ബലമാണ് ഇന്നിപ്പോൾ അനുഭവിച്ചാൽ കിടക്കുന്നത്. അവൾക്കൊരു കുഞ്ഞുണ്ടാകാനുള്ള യോഗ്യത പോലും ഇല്ലയെന്ന് ഉള്ളത് എല്ലാവർക്കും അറിയാമെന്ന് പറയുന്നുണ്ട്. കാരണം അമ്മാതിരിയുള്ള അഹങ്കാരങ്ങളാണ് അവൾ കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ബലം ദൈവം തന്നെ തിരിച്ചു കൊടുത്തു എന്നുള്ളത് പറയുകയാണ്. വെറുതെ ആവശ്യമില്ലാതെ നമ്മുടെ മെക്കിട്ട് കയറുകയാണെങ്കിൽ നീയൊക്കെ അതിൻ്റെ ബലങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ നിനക്ക് തൽക്കാലം ഒരു ജോലിയെങ്കിലും ഉണ്ട്. ഇനി നിനക്ക് ജോലി ഉണ്ടാവില്ല, ഈ വീട്ടിൽ നിൽക്കാനുള്ള അർഹത പോലും നിനക്കുണ്ടാവില്ല. ഇനി കരുണ തിരിച്ചെങ്ങാനും വന്നു കഴിഞ്ഞിട്ട് അവൾ ഇതിൻ്റെ ദേഷ്യം എങ്ങാനും മഹാലക്ഷ്മിയോട് കാണിക്കാനാണെങ്കിൽ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞൊക്കെയാണ്, ഇവിടെ നിന്ന് മാറിക്കണം. പോകുമ്പോൾ നിൻ്റെ ഈ അമ്മേനെയും കൂടെ കൊണ്ടുപോക്കണം. ഇവിടെ ഞങ്ങളെ മെക്കിട്ട് കയറുന്നവരാരും ഈ വീട്ടിൽ നിൽക്കേണ്ട കാര്യമില്ല എന്ന് നമ്മുടെ കണ്ണൻ പറയുകയാണ്. അങ്ങനെ കണ്ണൻ നല്ല ഡയലോഗ് ഉണ്ണിക്ക് കൊടുക്കണം. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ഇവർ പറയുന്ന വാക്കുകളെല്ലാം കണ്ണേട്ടൻ വിശ്വസിച്ചു എന്ന് പറയുന്നുണ്ട്. കാരണം ഇവർ പറയുന്ന മാത്രമാണല്ലോ കണ്ണേട്ടന് വേദവാക്യം. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, പിന്നെ ഞാൻ ആര് പറയുന്നതാണ് കേൾക്കേണ്ട, നീയും നിൻ്റെ അമ്മയും പറയണത് കേൾക്കണോ? ഇത്രയും നാൾ എൻ്റെ ജീവിതം ഈ രീതിയിലാക്കി തീർത്തത് നീയും നിൻ്റെ അമ്മയും മറ്റുള്ളവരും കൂടെ ചേർന്നാണ്. എന്നിട്ട് ഇനി വേറെ പ്രസംഗിക്കുന്നു. മര്യാദയ്ക്കാണെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം എന്ന് പറയുന്നുണ്ട് കണ്ണൻ. അങ്ങനെ ഇതൊക്കെ കേട്ട് ദുർഗയും ഉണ്ണിയും ആകെ ഇങ്ങോട്ട് ഇതായി ഷോക്കായിട്ട് നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ കണ്ണൻ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ എന്നൊന്നും പറയുമെന്ന് അവരൊരിക്കലും കരുതിയില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയ മട്ടിൽ ഉണ്ണിയും നമ്മുടെ ദുർഗയും നിൽക്കുകയാണ്. എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട്, അതെ, ഈ നടന്ന സംഭവം, അതായത് മഹിയുടെ അമ്മയുടെ പിറന്നാളിന് ഞങ്ങളും അവിടെ പോയി ഫുഡ് കഴിച്ചു, പായസമൊക്കെ കഴിച്ചു. ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പം വന്നിട്ടില്ലല്ലോ. നിൻ്റെ ഭാര്യയ്ക്ക് മാത്രമല്ലേ വന്നിട്ടുള്ളൂ. അത് മാത്രമല്ല, നിനക്കറിയാമോ അവളുടെ മഹിയുടെ അമ്മയുടെ പിറന്നാളിൻ്റെ തലേദിവസം മഹി ആ വീട്ടിൽ മഹിയുടെ വീട്ടിൽ പോയി നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഭയമായിരുന്നു. കാരണം അവിടെ നിൻ്റെ ഭാര്യയും ഭാര്യയുടെ അച്ഛനും ആ മുത്തശ്ശിയൊക്കെ ചേർന്ന് എൻ്റെ മഹിക്ക് എന്തെങ്കിലും അപായം വരുത്തുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. പിറ്റേന്ന് മഹിയെ കാണുന്നത് വരെ എനിക്കൊരു സമാധാനം ഇല്ലായിരുന്നു. കാരണം അത്രയ്ക്ക് കൊടും ക്രൂരതകൾ ചെയ്യുന്നവരാണ് നിങ്ങളെല്ലാവരും. അത് മാത്രമല്ല, നിന്നോട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം, മര്യാദയ്ക്കാണെങ്കിൽ ഇവിടെ നിൽക്കാം, ഇല്ലെങ്കിൽ നീയും നിൻ്റെ സാധനങ്ങളും എല്ലായിടത്തും ഞാൻ വെളിയിൽ എറിയുമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഉണ്ണി ആകെ അങ്ങ് വല്ലാണ്ടായി പോവാണ്, പേടിച്ച്. എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട്, അത് മാത്രമല്ല, ഈ ഒരു സംഭവം, അതായത് പിറന്നാൾ ദിവസം പായസം കുടിച്ച് കരുണയ്ക്കും കുഞ്ഞിനും അങ്ങനെ ഒരു അപകടം വന്നു എന്നുണ്ടെങ്കിൽ ഞാനും മഹിയും ഇപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കാം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നും അതിനെ തുടർന്ന് നിങ്ങളൊരു അന്വേഷണം വെക്കണമെന്നും ഞാൻ
പറയാം. അപ്പോൾ പോലീസ് അന്വേഷിക്കുമ്പോൾ ഈ വിഷം എങ്ങനെ ആ വീട്ടിൽ വന്നു എന്നും ഇത് എന്തിൻ്റെ പേരിൽ ആർക്ക് കൊടുക്കാനാണ്, ഇത് ആരൊക്കെ ചേർന്നാണ് ഇത് ചെയ്തത് എന്നുള്ളതെല്ലാം പോലീസ് തെളിയിച്ചെടുത്തോളൂ എന്ന് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ നമ്മുടെ ദുർഗയും ഉണ്ണി ആകെ കിടന്ന് പതറാണ്. കാര്യം വെച്ചാൽ അത് പിടുത്തം പോകും. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു കേസ് എങ്ങാനും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ പിടിവള്ളി പോവില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ ഇത് പോലീസ് അന്വേഷണത്തിന് പോകണമെങ്കിൽ ഇത് കരുണയും മുത്തശ്ശിയും ചേർന്ന് കൊണ്ടുവന്നതാണെന്നും മഹാലക്ഷ്മിയെയും കണ്ണനെയും കൊല്ലാൻ വേണ്ടി ഇവർ ആസൂത്രണം ചെയ്ത് എടുത്തതാണെന്നും എന്നുള്ളത് എന്തായാലും മനസ്സിലാക്കാൻ പറ്റും. ഇത് കേട്ടതോടുകൂടി പിന്നെ ഉണ്ണിയും ദുർഗയും കമാന്നൊരക്ഷരം മിണ്ടിയില്ല. അവരെ മുഖഭാവമൊക്കെ മാറി. അപ്പോൾ കണ്ണൻ ചോദിച്ചു, എന്തേ പോലീസിൽ കേസ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ വാ അടഞ്ഞു പോയോ, അതോ നിങ്ങളെ തെറ്റ് നിങ്ങൾ മൂടി വയ്ക്കാനുള്ള ശ്രമം നോക്കണതോ? അതെ, സംസാരിക്കുമ്പോൾ അറിഞ്ഞിട്ട് സംസാരിക്കണം. ഇതിനു മുന്നേയും മഹാലക്ഷ്മീനെ കൊല്ലാൻ വേണ്ടിയിട്ട്, എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങൾ പല പദ്ധതികളും ആസൂത്രണം ചെയ്തു. ആ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്ത് ആ തട്ട് ഇളക്കി വെച്ച് മഹീനെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ നോക്കി. എന്നിട്ട് വീണതോ നിൻ്റെ പ്രതാപനങ്ങളല്ലേ വീണത്. അപ്പോൾ അല്ല, പ്രതാപനല്ലല്ലോ, നമ്മുടെ വാമദേവൻ. അന്ന് നീയും ആ വർക്ക് സൈറ്റിലുണ്ടായിരുന്നതല്ലേ. അത് നിങ്ങൾ മഹാലക്ഷ്മിയെ കൊല്ലിക്കാൻ വേണ്ടി ചെയ്തതല്ല. അപ്പോൾ ഉണ്ണി പറഞ്ഞു, അത് എവരാണോ ചെയ്തതെന്ന് എന്താ ഉറപ്പ്? ഇവരല്ല ചെയ്തതെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവരാണ് ചെയ്തെങ്കിൽ അത് നീ വലിയ പ്രസംഗമൊന്നും പ്രസംഗിക്കല്ലേടാന്ന് പറഞ്ഞ് മഹാലക്ഷ്മി വീണ്ടും ഉണ്ണീരെ വാ അടപ്പിക്കുകയാണ്. അങ്ങനെ ആ ഒരു വഴക്ക് ആ ഒരു രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് കണ്ണൻ നല്ല താക്കീത് കൊടുത്തിട്ട് ദുർഗയ്ക്കും ഉണ്ണിക്കും നല്ല രീതിയിൽ താക്കീത് കൊടുത്തിട്ട് റൂമിലോട്ട് പോവാണ്. അതിൻ്റെ പുറകെ നമ്മുടെ മഹിയും പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മഹാലക്ഷ്മി ചെന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും വരാനുള്ളതൊക്കെ വന്നു കണ്ണേട്ടാ, നമുക്ക് എന്തായാലും ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടോ ആപത്തുകളൊന്നും വന്നില്ല കണ്ണേട്ടാ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മഹി കണ്ണൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ മേടിക്കാൻ പോകണം, എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ മേടിക്കണം എന്നിങ്ങനെ മഹി പറഞ്ഞപ്പോൾ കണ്ണൻ പറഞ്ഞു, ആഹാ പതിവില്ലാത്ത കാര്യങ്ങളാണല്ലോ, തനിക്കിഷ്ടമുള്ളതൊക്കെ പോയി മേടിക്കടോ, വാ നമുക്ക് പോവാന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കും കണ്ണേട്ടനും വാങ്ങണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് അവർ പോകാനായിട്ട് നിൽക്കുകയാണ്. ആ സമയം നമ്മുടെ മഹാലക്ഷ്മിയെ നമ്മുടെ മഞ്ജുവിനെയും സാഗറിനെയും കാണിക്കുന്നുണ്ട്. മഞ്ജു പുതുതായിട്ട് ഒരു ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേളായിട്ട് പോകാനുള്ള ഒരു ജോലിക്ക് വേണ്ടി പോവാണ്. അപ്പോൾ ആ ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ സാഗർ പറയുന്നുണ്ട്, വേണ്ട ഞാൻ പണിക്ക് പോകുന്നുണ്ട്, വേണ്ട സാഗറേട്ടൻ മാത്രം ഒറ്റയ്ക്ക് കഷ്ടപ്പെടണ്ട, ഞാൻ എന്തായാലും ഇവിടെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണല്ലോ, അപ്പോൾ ഞാനും കൂടെ ഒരു പണിക്ക് പോട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ മഞ്ജു ജോലിക്കായിട്ട് പോകാനുള്ള ആ ഒരു ഇതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ സാഗർ പറയുന്നുണ്ടെങ്കിൽ വരും നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം, തന്നെ ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ണി ഇവിടെ നിന്ന് നേരെ നമ്മുടെ മേഘനാഥൻ്റെ അടുത്ത് പോവാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, നീ സമാധാനപ്പെട ഉണ്ണി, നമ്മുടെ കരുണ ഇവിടെ നിന്ന് ഇനി തിരിച്ച് പറഞ്ഞ സമയത്ത് അവൾ മഹാലക്ഷ്മി നേരിട്ട് കൊല്ലുന്ന രീതിക്കായിരിക്കും അവളുടെ ദേഷ്യം തീർക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താണ് നമ്മുടെ കരുണയുടെ അവസ്ഥ എന്ന് ഇങ്ങനെ മേഘനാഥൻ ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ആരോടും ഒന്നും മിണ്ടുന്നില്ല, ജീവശവം പോലെ ഒരേ ഇരിപ്പ, വല്ല ദേഷ്യം കാണിക്കുക കരയെ അങ്ങനെ എന്തെങ്കിലും ചെയ്തെങ്കിലും ഒരു സമാധാനം ഉണ്ടായിരുന്നു. എനിക്ക് ഒട്ടും പറ്റുന്നില്ല മേഘേട്ട, ഇതെന്താ സംഭവിക്കണേ, ഇവക്ക് എന്തൊക്കെയോ ദൈവിക അനുഗ്രഹം ഉണ്ട്. അല്ലെങ്കിൽ തന്നെ നോക്ക്, അന്ന് ഇവക്കും കണ്ണനും കൂടെ കൊടുക്കാൻ കലക്കി വെച്ചിരുന്ന ആ പായസം ഏതോ ഒരു സ്വാമിനി വന്നു എന്ന് പറയുന്നുണ്ട്. ആ പായസം അപ്പോഴേക്കും ഫ്രിഡ്ജിൽ ഇരുന്നത് ഇവരും എടുത്ത് ഇവർക്ക് കൊടുക്കാൻ വെച്ചിരുന്നെടുത്ത് ഫ്രിഡ്ജിലും വെച്ചു. അത് ഇവരാരും അറിയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇവക്ക് ഇതൊക്കെ മനസ്സിലാക്കി എടുക്കാനുള്ള എന്തോ ഒരു ദൈവിക ശക്തി ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം നമ്മുടെ സീമന്തിനി വന്നിട്ട് പറയുന്നുണ്ട്, അതാ ഞാൻ പറയണത്, ഈ ഇവിടെയുള്ള അച്ഛൻ്റെയും മോൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു മടുത്തു. നീ മേഘനാഥ ഇനിയെങ്കിലും നീ ഇതൊക്കെ കണ്ടല്ലോ, മഞ്ജുവിൻ്റെ അവസ്ഥ, നിൻ്റെ അച്ഛൻ്റെ അവസ്ഥ നീ കണ്ടല്ലോ, അടുത്ത ഊഴം നിനക്കാണ്, നീ നോക്കി കരുതിയിരുന്നോ, അടുത്ത ഊഴം നിനക്കാണ് വരുന്നത്. അതുകൊണ്ട് കാര്യങ്ങൾ നീ പറയണത് മനസ്സിലാക്കുക. അമ്മ ഒന്ന് പോകുന്നുണ്ടോ, തല തെറിക്കണോ അമ്മയുടെ ഒരു സംസാരം. പക്ഷേ ഇത് സീമന്തിനി പറയുമ്പോൾ മേഘനും ദേഷ്യമുണ്ട്. പക്ഷേ കണ്ണൻ പറയുന്നുണ്ട്, ഇതിങ്ങനെ വിട്ടാൽ പറ്റൂല മേഘേട്ട, നമുക്ക് എന്തെങ്കിലും ചെയ്യണം, കണ്ണനെയും കൊല്ലണം, അതുപോലെ തന്നെ മഹാലക്ഷ്മിയും കൊല്ലാനുള്ള എന്തെങ്കിലും ഒരു പദ്ധതി നമുക്ക് നോക്കണമെന്ന് തന്നെ തീർത്തും പറയുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവരിരുന്ന് തീരുമാനിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹാലക്ഷ്മി കണ്ണനോട് ടെക്സ്റ്റൈൽസിലെത്താണ്. അപ്പോൾ മഹി ഇറങ്ങി കഴിഞ്ഞിട്ട് കണ്ണൻ്റെ അടുത്ത് വരുന്നത്, വാ കണ്ണേട്ടാ, വേണ്ടടോ താൻ പോക്കോ, തനിക്ക് ഞാൻ കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്റ്റെപ്പ്
കയറാനും മറ്റുമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് വേണ്ടാന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. വാ കണ്ണേട്ടാന്ന് പറയുന്നുണ്ട്. ഇല്ല, താൻ പോയിട്ടോ, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് മഹിയെ വിടുകയാണ്. അങ്ങനെ മഹാലക്ഷ്മി സന്തോഷത്തോടു കൂടി ആ ടെക്സ്റ്റൈൽസിനകത്ത് പോവാണ്. പക്ഷെ അവിടെ ചെന്ന് കയറി മഹാലക്ഷ്മി ആദ്യം കാണുന്ന ഒരു കാഴ്ച കണ്ട് മഹി സ്തംഭിച്ചങ്ങ് നിൽക്കുകയാണ്. അതായത് നമ്മുടെ മഞ്ജു ഒരു സെയിൽസ് ഗേളായിട്ട് ആ ടെക്സ്റ്റൈൽസിൽ നിൽക്കുന്ന ആ ഒരു രംഗം കണ്ടിട്ട് മഞ്ജുവിൻ്റെ മഹാലക്ഷ്മിയുടെ മനസ്സങ്ങ് എന്തോ പോലെ അങ്ങ് ഒരു സങ്കടം കൊണ്ടങ്ങ് ഇതായി പോവാണ്, വിമ്മിപ്പോവാണ്. മഹിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. കാരണം ഇത്രയും വലിയൊരു കുടുംബത്ത് കണ്ണേട്ടൻ്റെ അനിയത്തിയാണ്. അവൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് സാഗറിനെ വിവാഹം കഴിച്ചത് കൊണ്ടല്ലേ ഇത്രയും ഒരു ഗതികേടായി പോയല്ലോ എന്നോർത്തിട്ട് മഹിക്ക് ആകെ സ്റ്റക്കായി പോകണം. മഹിയെ തുണിയൊന്നും എടുക്കാണ്ട് നേരെ ചെന്ന് കണ്ണൻ്റെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങൾ പറയണേ. ഇത് പറയുന്ന സമയത്ത് മഹിക്ക് അറിയാം എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് നമ്മുടെ കണ്ണനെ നമ്മുടെ മഞ്ജുവിൻ്റെ ജീവിതത്തിന് ഒരു നേട്ടം എന്തെങ്കിലും ആക്കി കൊടുക്കണം. കാരണം അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു സീനായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മഹാലക്ഷ്മി സീരിയലിൽ വരുന്നത്. നിങ്ങളെല്ലാവരും നമ്മുടെ മഹാലക്ഷ്മിയുടെ പ്രൊമോ വീഡിയോ കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ സുമി മുഫാസ് മനസ്സിൽ എന്ന ഈ ഒരു കുഞ്ഞു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിലയേറെ കമൻറ്റുകളും കൂടെ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത പ്രൊമോ വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.